CPM ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ വായ്പാ തിരിമറി കണ്ടെത്തിയതിനെ തുടർന്ന് കണ്ണൂർ ഇരിട്ടി കൊളുത്തട്ട് സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ ജനകീയ ധർണ. 15 കോടി രൂപയുടെ തിരിമറിയാണ് ബാങ്കിൽ നടന്നതെന്നാണ് ആരോപണം. ഒരു വർഷമായി നിക്ഷേപകർക്ക് പണം ലഭിക്കുന്നുമില്ല. കൂടുതൽ വിശദാംശങ്ങളുമായി വിക്ടർ ചേരുന്നുണ്ട്. വിക്ടർ, ഈ വാർത്ത തന്നെ നമ്മൾ പുറത്തു കൊണ്ടുവന്നത് അമൃത ന്യൂസ് തന്നെയാണ്. ഇനി ഇത് ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത്? CPM-ന്റെ ചില ഭാരവാഹികളെയും ഇതിൽ നിന്നും മാറ്റി നിർത്തിയതായും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജേഷ്, തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിക്ഷേപകർക്ക് പണം മടക്കി നൽകാൻ കൊളുത്തട്ട് സർവീസ് സഹകരണ ബാങ്കിന് സാധിക്കുന്നില്ല. 1996 മുതൽ CPM ഭരിക്കുന്ന ബാങ്കാണിത്. മാത്രമല്ല, ഇതിന്റെ 3 ബ്രാഞ്ചുകളിൽ ഒരു ബ്രാഞ്ച് പൂർണ്ണമായി തന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. നിരവധി ആളുകളാണ് ഇവിടെ ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, DCC അധ്യക്ഷൻ, കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ആണ് ഇത് ധർണ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, ഇതിൽ CPM പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ ധർണാ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കാരണം അവർക്കും പൈസ കിട്ടാനുണ്ട്. പൈസയ്ക്ക് അപ്പുറത്തേക്ക് തങ്ങളുടെ നിക്ഷേപം തിരിച്ചു കിട്ടുന്നതും വരെ സമരമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഒരു വർഷവുമായിട്ട് ബാങ്കിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് വരാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഇവിടെ നടത്തുന്നത്, ഈ ധർണ നടത്തുന്നത്. ഇത് ഇനിയും പൂർണ്ണമായും പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായില്ലെങ്കിൽ ഈ കാര്യത്തിൽ ശക്തമായ സമരമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത്. വളരെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹവും ഇപ്പോൾ ഈ ബാങ്കിന് മുമ്പിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധവുമായി നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇവിടെ വന്നിരിക്കുന്നത്. DCC വൈസ് പ്രസിഡന്റ് സുധീർ ജെയിംസ് അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. KPCC സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ ബാങ്കുകളിലെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പായിട്ട് മാറാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ ഇവർ ആരോപിക്കുന്നത് 15 കോടിയല്ല, ഏതാണ്ട് 30 കോടിക്ക് അടുത്ത തുക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിക്ഷേപകർ ഉള്ളത്. വിക്ടർ ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്.